ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഇറാൻ ഒട്ടും ഗുഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല നിൽക്കുന്നത്. അത് കാരണം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒന്ന് ഹൈയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലൊരു കറക്ഷൻ ഇതുവരെ നേരിട്ടിട്ടില്ല. ആ ഒരു കറക്ഷൻ ഇല്ലാത്ത കാരണം തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു 24,500 താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 24 എന്നിട്ട് മാർക്കറ്റ് അതിൻ്റെ ലോവർ സൈഡിലേക്ക് പോയിട്ടും ഉണ്ടായിരുന്നു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മാർക്കറ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു സ്റ്റോക്കും ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആരൊക്കെയുണ്ട്, റിലയൻസ്, HDFC ബാങ്ക്, TCS പോലുള്ള സ്റ്റോക്കുകൾ നമ്മൾ മേളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. TCSലൊക്കെ ടാറ്റ സൺസിൻ്റെ ചെയർമാൻ രാജിവെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റിവിറ്റി TCSലും ഉണ്ട്. സോ ദാറ്റ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി തരേണ്ട സ്റ്റോക്കുകളിൽ പോസിറ്റിവിറ്റി ഇല്ല എന്നുള്ളത് കാരണം മാർക്കറ്റ് ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ഡേറ്റാസ് ഇല്ല. മാർക്കറ്റിൽ ട്രംപ് അക്ഷമനായി തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ലൊരു പരിപാടിയല്ല. ഹോർമസ് ഞങ്ങളുടെ കൺട്രോളിലാണ് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ഒരു സാധ്യതയില്ല. ഒരുപാട് പുള്ളിക്കാരൻ അത് കടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഫിസിക്കൽ സ്ട്രൈക്കിലേക്ക് പോവും. അത് കാര്യങ്ങൾ കൂടുതൽ നെഗറ്റീവിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും കൂട്ടുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്നിരുന്നാൽ പോലും സ്വിംഗ് സ്റ്റോക്സിലൊക്കെ ഇടാനൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ലോങ് ടേമിലത്തേക്ക് ഇപ്പോൾ ചില സ്റ്റോക്കുകളുടെയൊക്കെ റിസൾട്ട് കാണുമ്പോൾ വളരെ നല്ലതെന്ന് ഫീൽ ചെയ്യാറുണ്ട്. ഒന്ന് ലെൻസ്കാർട്ടിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ലെൻസ്കാർട്ട് നല്ലൊരു സ്റ്റോക്കാണ്. മിൽക്കി മിസ്റ്റിൻ്റെ IPO വരുന്നുണ്ടായിരുന്നു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം വളരെ കുറവാണ്. IPO നല്ലതാണ്, പക്ഷെ റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ വളരെ കുറവാണ്. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ബൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അപ്ലൈ ചെയ്യുന്നില്ല. സോ ഇതൊക്കെയാണ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കിടക്കാം. വളരെ തമാശ നിറഞ്ഞ ഒരു ചാർട്ടാണിതെന്ന് പറയാം. ബിക്കോസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സ്ഥലം ഇവിടെയാണ്, താഴേക്ക് പോയി തിരിച്ച് വീണ്ടും വന്നു. വലിയൊരു നെഗറ്റീവ് ക്യാൻഡിലിൽ നിന്ന് വീണ്ടും ഒന്ന് നിന്നു, എന്നിട്ട് വീണ്ടും താഴേക്ക് പോയി. മാർക്കറ്റിൽ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ സ്ഥിരമായിട്ട് ഞാൻ ലെവൽ ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് കൃത്യമായിട്ട് കണ്ടാൽ അറിയാം. മാർക്കറ്റ് ക്ലോസിംഗ് ബിലോ 24,440 എന്ന് പറയുന്ന ഒരു ട്രേഡാണ് ഇവിടെ ട്രിഗർ ചെയ്തത്. ടാർഗറ്റ് എത്രയായിരിക്കും? 24,350 എന്നുള്ളൊരു ടാർഗറ്റ് ആയിരിക്കും. ആ 350 ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. ഓൾമോസ്റ്റ് ഒരു 70-80 പോയിന്റ്സ്, 24,240 എന്നുള്ള ഞാൻ സ്ഥിരമായിട്ട് പറയുന്നൊരു നമ്പർ ഉണ്ട്. 24,240, 24,440. ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് ഈ രണ്ട് ലെവലും ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. 260 നിന്ന് ബൗൺസ് ചെയ്ത് പോയി. ടച്ച് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും 350ക്ക് മേളിൽ വന്ന് ഇത് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. മാർക്കറ്റ് വീക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള വീക്കല്ല. പക്ഷെ അതിലൊരു തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് തൊട്ടടുത്തൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തു എന്ന് കാണിച്ചു. എന്നാൽ റിയാലിറ്റി അതല്ല. ഇത് CASൻ്റെ ക്യാൻഡിലാണ്. CASൻ്റെ ക്യാൻഡിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തമാശ നിറഞ്ഞൊരു കാര്യമാണ്. മാർക്കറ്റ് അങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ഓൾറെഡി ഈ മാർക്കറ്റിനകത്തുണ്ടായിരുന്നു. ബിക്കോസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏതാണ്ട് 24,360 എന്നാൽ അവസാനത്തെ 15 മിനിറ്റിൽ അത് അങ്ങനെയല്ല നിർത്തിയിരിക്കേണ്ടത് എന്നുള്ളത്. അതായത് ഒരാൾ ഒരു റേസ് ത്രൂ ഔട്ട് അയാളുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അയാളൊരു 8ാമനായിരുന്നു എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാനിത് ഫസ്റ്റ് എടുക്കുന്ന എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അയാളുടെ ആവറേജ് പെർഫോമൻസ് അയാൾ വീക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു എക്സാമിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 എക്സാം പുള്ളിക്കാരൻ്റെ മാർക്ക് ഒരു 30 ആണ് എന്നുണ്ടെങ്കിൽ അവസാനത്തെ എക്സാമിൻ്റെ മാർക്കിൽ 50 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുക പുള്ളിക്കാരനൊരു ബെറ്റർ ആയിട്ടുണ്ട്, ഒരു 35-38ലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലാണ്ട് നേരെ അത് 50 എന്നുള്ളതിലേക്ക് നമുക്ക് എത്താൻ, ആ ഒരു തീരുമാനത്തിൽ എത്താനുള്ള സമയമായിട്ടില്ല.
എന്നാൽ CAS കാണിക്കുന്നത് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 24,440 ആണ് എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ്. പകരം ഇതിനേക്കാളും ബെറ്റർ കഴിഞ്ഞ സിസ്റ്റമാണെന്ന് എനിക്ക് പേഴ്സണലി ഫീലിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് അത് കാണിച്ചിരിക്കുക 24,380 റേഞ്ചിലായിരിക്കും. അത് തന്നെ വളരെ നല്ലൊരു കാര്യം. 360, 380 കാണിച്ചിരിക്കുക. അപ്പോൾ യഥാർത്ഥ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ ചാർട്ട് കാണുമ്പോൾ അറിയാമായിരുന്നു. പക്ഷേ ഇത് ഒരു പെട്ടെന്നൊരു കബളിപ്പിക്കലാണ്. ബിക്കോസ് ഈ ക്യാൻഡലിലെ ഒരു വീക്ക്നെസ് ഓൾറെഡി ഉണ്ട്. ഇതൊരു അത്ര നല്ലൊരു ക്യാൻഡിലല്ല, ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി നോക്കിയാൽ ഇതൊരു നെഗറ്റീവ്, ഒരു മർബോസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ്. ഇത് അതിൻ്റെ വീക്കായിട്ട് വരികയും ചെയ്യും. പക്ഷെ ഇവിടെ കാണിക്കുന്നത് പറഞ്ഞാൽ ലിറ്ററലി ഇത് ഒരു ഡോജി ക്യാൻഡിലായിട്ട് കാണിക്കുന്നത്. ലിറ്ററലി അത് അങ്ങനെയല്ല വരേണ്ടത് എന്നുള്ളതാണ്. ഇത് ഒരു ട്രേഡറിനെ, മാർക്കറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇന്നും ഓപ്പൺ ചെയ്യുക. ഇതിനെ വിട്ടേക്കുക. ഇത് നമ്മുടെ കാൽക്കുലേഷൻ ഇല്ലാത്ത സംഭവമാണ്. അതൊരു തമാശ നടന്നൊരു കാര്യമാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത 24,350 to 360 റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഇനി വലിയൊരു ഓർഡേഴ്സ് എങ്ങാനും നമ്മൾ അറിയാണ്ട് വരണം. അതിനുള്ള ഡേറ്റ ഇന്നില്ല. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളിഷ്നെസ് വരുവാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി ഈ ഒരു പ്രൈസിലേക്ക് തന്നെ മാർക്കറ്റ് വരും. ഈ ഒരു ലെവൽ ടു ഈ ഒരു ലെവലിൻ്റെ ഈ ഒരു ഏരിയയിലാണ് ഇതിനൊരു റെസിസ്റ്റൻസ് നിൽക്കുന്നത്. അപ്പോൾ 480 ലെവലിലേക്ക് വരികയും 520 മാക്സിമം ആയിട്ടുള്ളൊരു ലെവലിലേക്ക് വന്ന് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. ഇൻ കേസ് ഇത് താഴേക്ക് വന്ന് ഈ ഒരു ക്യാൻഡലിൽ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തിരിച്ച് അടുത്ത ഏറ്റവും നിയർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 24,280 റേഞ്ചിലേക്കോ ഇല്ലെങ്കിൽ 240 റേഞ്ചിലേക്കോ 180 റേഞ്ചിലേക്കോ ഒക്കെ ഇതിന് താഴേക്ക് വരാനുള്ള ഒരു ലെവൽസ് ഉണ്ട്. ഐ തിങ്ക് അറൗണ്ട് 100 വരെ പോകാനുള്ള സാധ്യതയും ഇതിനകത്ത് ഉണ്ട്. ബിക്കോസ് മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റിയാണ് സാധാരണമായിട്ട് കാണിക്കുന്നത്. സോ കമ്മിങ് ഡേയ്സിൽ മാർക്കറ്റ് 24,000 to 24,350 അല്ലെങ്കിൽ 440 റേഞ്ചിലേക്ക് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ മാറുന്നുണ്ട്. ട്രംപിന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല. മൊത്തത്തിൽ ആ ഒരു നെഗറ്റിവിറ്റി നമ്മൾ മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു 24,740 റേഞ്ചിലേക്ക് കയറി പോകാനുണ്ടായിരുന്ന ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പെട്ടെന്ന് നെഗറ്റീവ് തിരിഞ്ഞിട്ടുണ്ട്. നോക്കാം, അതിനനുസരിച്ചിട്ട് നിങ്ങളുടേതായ ഒരു അനാലിസിസ് സെറ്റ് ചെയ്യുക. ഞാൻ കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നിൽക്കുക. ആദ്യത്തെ ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിനെ വെച്ചിട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ആ ക്യാൻഡിൽ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റയും ഈ ക്ലോസ്ഡ് ഡേറ്റയും വെച്ചിട്ട് നിങ്ങളുടെ അനാലിസിസ് ചെയ്യുക. ഞാൻ ഇത്രയും ദിവസം മാർക്കറ്റ് വാച്ച് ചെയ്തതിൽ നിന്ന് ഈ ഒരു CASനെ എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആ ക്യാൻഡലിൻ്റെ പ്രൈസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രീവിയസ് ഡേറ്റ വെച്ചിട്ട് അതിൻ്റെ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുക. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് ഡേറ്റയും വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ബയസ് ആണ്. സോ ഐ ആം എക്സ്പെക്ടിങ് അറൗണ്ട് 24,340 റേഞ്ചൊക്കെയാണ് ഞാനിന്ന് എക്സ്പെക്ട് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു CASൻ്റെ ഡേറ്റ കാരണം ഈ 340ക്ക് പകരം ചിലപ്പോൾ ഇതൊരു 360, 370 റേഞ്ചിലായിരിക്കും ഓപ്പൺ ചെയ്യുക. എന്നാലും അത് അവിടെ തന്നെ നിൽക്കട്ടെ. ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നു എന്നുള്ളത് എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം എടുക്കുക. മാർക്കറ്റ് മേളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ 400ൽ ചെറിയൊരു തട്ടിലുണ്ട്. എന്നാലും 400, 440 എന്നിങ്ങനെ 480 റേഞ്ചിലേക്ക് അതിന് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ശ്രദ്ധിച്ച് സ്കാൽപ്പ് ചെയ്ത് പോവുക. ബിക്കോസ് ഓരോ ഇടത്തും ചെറിയ ചെറിയ തട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ്. പകുതി പൊസിഷൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോവുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 330, 340ക്ക് താഴെ, 336ൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് അടുത്ത് 300 or 280 റേഞ്ചിലേക്ക് അതിന് ട്രേഡ് ഉണ്ട്. 240ലേക്കോ 180ലേക്കോ 100ലേക്ക് കൂപ്പ് കുത്താനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ അതിന് 100 റേഞ്ചിലേക്കും സാധ്യതയുണ്ട്. സോ ശ്രദ്ധിച്ച് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു അതിനനുസരിച്ച് നിങ്ങളുടേതായ തീരുമാനം എടുക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.